Hi friends, welcome to Anaswar recipes. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കപ്പഴം കൊണ്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചക്കപ്പഴംപൊരിയാണ്. നല്ല പഴുത്ത വരിക്ക ചക്കയുണ്ടെങ്കിൽ നമുക്ക് ഈ ചക്കപ്പഴംപൊരി പെട്ടെന്ന് തയ്യാറാക്കാം. ഞാനിവിടെ ചക്കപ്പഴം കുരുവും ചവിണിയുമെല്ലാം കളഞ്ഞ് എടുത്തതാണ്. ചക്കപ്പഴം ഒന്ന് കീറി കുരു കളഞ്ഞ് മുഴുവനായും എടുത്തതാണ്. ഇനി ഇതിന് ആവശ്യമായ ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ചക്കപ്പഴംപൊരിക്ക് ക്രിസ്പിനെസ് കിട്ടാനാണ് അരിപ്പൊടി എടുത്തത്. ഞാൻ പുട്ടുപൊടിയാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഏത് പൊടിയാണോ ഉള്ളത് അതെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. കളറിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മധുരം ബാലൻസ് ചെയ്യാനായി ഒരു നുള്ള് ഉപ്പും ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. കട്ടയില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ബാറ്റർ വല്ലാതെ ലൂസാവാനോ കട്ടിയാവാനോ പാടില്ല. കുറുകിയ ദോശമാവിന് കണക്കാണ് ബാറ്റർ തയ്യാറാക്കേണ്ടത്. ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് നമുക്ക് ഓയിൽ ഒഴിക്കാം. ചക്കപ്പഴം ഓരോന്നായി ബാറ്ററിൽ മുക്കിയെടുത്ത് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ ഇടുക. ചക്കപ്പഴത്തിൻ്റെ മറുവശവും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്നും കോരി മാറ്റി വെക്കാം. സ്വാദേറിയ ചക്കപ്പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്